ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് 5ാം ക്ലാസ്സിൽ 1ാമത്തെ യൂണിറ്റിൽ എനിക്ക് ചെറിയൊരു സ്റ്റോറി കൂടി ബാക്കിയുണ്ട്. ദ ഡോട്ട് എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഡോട്ട് എന്ന് പറഞ്ഞാൽ? ഡോട്ട് ഇടുക എന്ന് പറഞ്ഞാൽ കുത്ത് അല്ലേ, ഒരു കുത്തിടുക. സോ കുത്ത് എന്നാണ് ദ ഡോട്ട്, കുത്ത് എന്നുള്ള അർത്ഥമാണ്. നോക്കാം എന്താ സ്റ്റോറി എന്ന്. ദ ഡോട്ട് എന്താണ്? ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുത്ത് അല്ലേ. ഒരു കുത്തിൻ്റെ ഒരു കഥയാണ് അല്ലേ. എന്താ കഥ നമുക്ക് നോക്കാമല്ലോ. ദ ഡോട്ട്. ആദ്യത്തെ സിറ്റുവേഷനാണ്. ദി ആർട്ട് ക്ലാസ് വാസ് ഓവർ. ആർട്ട് ക്ലാസ് കഴിഞ്ഞു. എന്താണ് ആർട്ട് ക്ലാസ്? ചിത്രരചനാ ക്ലാസ് കഴിഞ്ഞു. ബട്ട് വഷ്ടി സാറ്റ് ഗ്ലൂ ടു ഹെർ ചെയർ. വഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി എന്താണ്? ഗ്ലൂ എന്താ? പശ അല്ലേ. സാറ്റ് ഇരുന്നു. ഗ്ലൂ ടു ഹെർ ചെയർ എന്ന് വെച്ചാൽ അവളുടെ ചെയറിൽ തന്നെ ഒട്ടിപ്പിടിച്ച പോലെ അവിടെ ഇരുന്നു. അവിടുന്ന് അവൾ എഴുന്നേറ്റിട്ടില്ല എന്നുള്ള അർത്ഥം. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. എന്താ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ? കാലി. അവളുടെ പേപ്പർ എങ്ങനെയായിരുന്നു? കാലിയായിരുന്നു. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. അവളുടെ പേപ്പർ കാലിയായിരുന്നു. അവളുടെ ആർട്ട് ക്ലാസ്സിൽ വെച്ച് അവൾ ഒരു ചിത്രവും വരച്ചിട്ടില്ല എന്നാണ് അർത്ഥം. രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാമല്ലോ. വഷ്ടിസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. ടീച്ചർ ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ എത്തി നോക്കി ആ പേപ്പറിലേക്ക്. ലീൻഡ് ഓവർ, ഇങ്ങനെ കുനിഞ്ഞ് നോക്കി. എന്നിട്ടോ എ പോളാർ ബെയർ ഇൻ എ സ്നോ സ്റ്റോം ഷീ സെഡ്. എന്താ പറഞ്ഞത്? ഒരു പോളാർ ബെയർ ആണ് ഒരു സ്നോ സ്റ്റോമിൽ. എന്ന് വെച്ചാൽ എന്താ? പോളാർ ബെയറിൻ്റെ കളറ് വെള്ള കളറാണ്. സ്നോ എന്താ? മഞ്ഞ് അല്ലേ. അതിനും വെള്ള കളറാണ്. അപ്പോൾ വെള്ള കളറുള്ള മഞ്ഞിൻ്റെ അതുള്ള വെള്ള ബെയർ കാണാൻ പറ്റില്ലല്ലോ അല്ലേ. സോ അങ്ങനെ ടീച്ചർ അതിനെ ഇൻട്രസ്റ്റ് ആയിരുന്നു. ടീച്ചർ അവളെ ഒരു വെറുതെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നോക്കിയോ, ഒരു പോളാർ ബെയറിനെ വരച്ചിട്ടുണ്ടല്ലോ നീ സ്നോയിനകത്തുള്ളത് എന്ന് പറഞ്ഞു. ഷീ സെഡ് വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാൻ ഡ്രോ സെഡ് വാഷ്ടി. ഭയങ്കര തമാശ തന്നെയാണല്ലോ, ഞാനിതൊന്നും വരച്ചിട്ടില്ലല്ലോ മാം, എനിക്കൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ മാം എന്ന് ആര് പറഞ്ഞു? എനിക്കൊന്നും വരയ്ക്കാൻ പറ്റിയിട്ടില്ല എന്ന് ആര് പറഞ്ഞു? വാഷ്ടി പറഞ്ഞു. എന്നിട്ടോ ഹെർ ടീച്ചർ സ്മൈൽഡ്. അവളുടെ ടീച്ചർ പുഞ്ചിരിച്ചു. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. എന്താ പറയുന്നത്? ഒരു ചെറിയ മാർക്ക് ചെയ്യും. നീ ഒന്ന് ആ പേപ്പർ ഒരു മാർക്കെങ്കിലും ചെയ്യൂ. എന്നിട്ട് നോക്കൂ നിന്നെ ആ മാർക്ക് നിന്നെ എവിടെ എത്തിക്കുമെന്ന് നീ നോക്കൂ എന്ന് പറഞ്ഞു. എന്താ പറയല്ലേ? ഒരു മാർക്ക് ചെയ്യൂ. ജസ്റ്റ് മേക്ക് എ മാർക്ക്. ആ പേപ്പറിൽ ഒരു മാർക്കെങ്കിലും ഇടൂ. എന്നിട്ട് ആ മാർക്ക്, ആ ഒരു ഡോട്ട് അല്ലെങ്കിൽ ആ ഒരു കുത്ത് നിന്നെ എവിടെ എത്തിക്കുമെന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് ടീച്ചർ പറഞ്ഞു. വഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. ദർ എന്താ പറയുന്നത്? വഷ്ടി ഗ്രാബ്ഡ്. പെട്ടെന്ന് ആ പെൻസിലിങ് എടുത്തു. ടീച്ചർ പറഞ്ഞപ്പം അവൾക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല, ഒന്നും വരയ്ക്കാൻ അറിയില്ല അവൾക്ക്. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ എന്നുള്ള അർത്ഥത്തിൽ വേഗം പെൻസിലിങ് എടുത്തിട്ട് എന്ത് ചെയ്തു? ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേഗം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? മാർക്കർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? പേപ്പറിനകത്ത് നല്ല സ്ട്രോങ് ആയിട്ടൊരു കുത്തങ്ങ് വെച്ച് കൊടുത്തു. ഓക്കെ, ഇതാ കുത്ത് എന്നുള്ള രീതിയിൽ ഒരു കുത്തവിടെ വെച്ച് കൊടുത്തു. ഹെർ ടീച്ചർ പിക്ഡ് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി. പതുക്കെ പേപ്പറിങ് എടുത്തിട്ട് ഇങ്ങനെ നല്ല കുറേ നേരം ഇങ്ങനെ നോക്കിയില്ല. അതിങ്ങനെ വായിക്കുന്ന പോലെ അല്ലെങ്കിൽ അത് നോക്കുന്ന പോലെ കുറച്ച് നേരം നോക്കി നിന്നു. ഷീ പുഷ്ഡ് ദ പേപ്പർ ടുവേർഡ്സ് വഷ്ടി ആൻഡ് ക്വയറ്റ്ലി സെഡ് നൗ സൈൻ ഇറ്റ്. ഓക്കെ ആണെന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇതാ ഇപ്പം നീ ഇതിൻ്റെ അകത്ത് സൈൻ നിൻ്റെ ഒപ്പിട്ടേ നീ എന്ന് പറഞ്ഞു. ജസ്റ്റ് സൈൻ ഇറ്റ്, നിൻ്റെ സൈൻ ഇടൂ എന്ന് പറഞ്ഞു. വഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റ്. വഷ്ടി ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ച് നിന്നു. എന്താ ടീച്ചർ പറയുന്നതിനുള്ള അർത്ഥത്തിൽ ആലോചിച്ച് നിന്നു. വഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക് ആലോചിച്ച് നിന്നു. വെൽ മേ ബി ഐ കാൺ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. എന്താ ചിന്തിക്കുന്നു? എനിക്കെന്തായാലും വരയ്ക്കാൻ കഴിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ സിഗ്നേച്ചർ നല്ലോണം ഇടാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് അവൾ എന്ത് ചെയ്തു? സിഗ്നേച്ചർ ഇടാൻ തീരുമാനിച്ചു. ഐ ക്യാൻ സൈൻ മൈ നെയിം, എൻ്റെ പേരെഴുതി ഒപ്പിടാൻ എനിക്ക് കഴിയുമെന്ന് വഷ്ടി ചിന്തിച്ചു. ദ നെക്സ്റ്റ് വീക്ക് വഷ്ടി വാക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ്. അടുത്ത ആഴ്ച വഷ്ടി ആർട്ട് ക്ലാസ്സിലേക്ക് നടന്നു ചെന്നു. അപ്പോഴോ ഷി വാസ് സർപ്രൈസ്ഡ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് എബോവ് ഹെർ ടീച്ചേഴ്സ് ഡെസ്ക്. ടീച്ചറുടെ ഡെസ്കിൻ്റെ മേലെയായിട്ട് ഒരു സാധനം ഹാങ് ചെയ്യുന്ന കണ്ടിട്ട് അവൾ അത്ഭുതപ്പെട്ടു. എന്താണത്? ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ഷി ഹാഡ് ഡ്രോൺ, ഹെർ ഡോട്ട് അല്ലേ. അവൾ ആ പേപ്പറിൽ ഒരു ചെറിയ കുത്തിട്ട് സൈൻ ചെയ്ത് കൊടുത്ത് അവളുടെ കുത്ത്, ആ ഡോട്ടാണ് ടീച്ചർ എന്ത് ചെയ്തത്? അവിടെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചറുടെ ഡെസ്കിൻ്റെ മേലായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഓൾ ഫ്രെയിംഡ് ഇൻ സ്വേളി ഗോൾഡ്. നല്ല ഭംഗിയുള്ള ഗോൾഡിൻ്റെ ഫ്രെയിമൊക്കെ ചെയ്തിട്ട്. സ്വേളി എന്ന് പറഞ്ഞാൽ വളഞ്ഞ് പിഴിഞ്ഞാന്നുള്ളതൊക്കെ അല്ലേ, ചുരുണ്ട മുടിക്കൊക്കെ കേളി ഹെയർ, സ്വേളി ഹെയർ എന്നൊക്കെ സ്വേളി എന്ന് പറയും അല്ലേ. സോ അതുപോലെയുള്ള സർപ്പത്തിൻ്റെ ആകൃതിയിലുള്ള എന്നൊക്കെ പറയും. സോ അങ്ങനെയുള്ള ഒരു ആകൃതിയിലുള്ള സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ ഫ്രെയിമിൻ്റെ അകത്ത് വളരെ മനോഹരമായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അവളുടെ ആ ചിത്രം, ആ ഒരു ചെറിയ ഡോട്ട് ഇട്ടത്. അപ്പോൾ എന്താ അവൾ ചിന്തിക്കുന്നത് നോക്കി? ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. എന്തായിരുന്നു? ഇത് ടീച്ചർ ഹാങ് ചെയ്തോ, എനിക്ക് ഇതിനേക്കാൾ നല്ല ഡോട്ട് വരയ്ക്കാൻ പറ്റുമല്ലോ എന്നാണ് അവൾ പറയുന്നത്. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. കണ്ടോ, അവളുടെ കോൺഫിഡൻസ് ലെവൽ കൂടി. ഓക്കെ,
ഷീ ഓപ്പൺഡ് ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അവൾ അവളുടെ വാട്ടർ കളേഴ്സൊക്കെ എടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി. സെറ്റ് ടു വർക്ക്. വാഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. എന്താണ്, അവൾ അങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. ഒരു കുത്തിട്ടു, ഇല്ല ഇതിനേക്കാൾ നല്ലത് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുള്ള അടുത്തതിട്ടു പിന്നെ വരയ്ക്കാൻ തുടങ്ങിയല്ലേ. യെസ്. എ റെഡ് ഡോട്ട്, ഒരു ചുവന്ന കുത്ത്. എ പേർപ്പിൾ ഡോട്ട്, പേർപ്പിൾ കളറിലാണ്. യെല്ലോ ഡോട്ട്. എ ബ്ലൂ ഡോട്ട്. ദ ബ്ലൂ മിക്സ്ഡ് വിത്ത് ദ യെല്ലോ. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. ബ്ലൂവും യെല്ലോവും കൂടി ചേർന്നപ്പോൾ ഗ്രീൻ ഉണ്ടാക്കാമെന്ന് അവൾ കണ്ടുപിടിച്ചു. വഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. എന്താണ്, വഷി അങ്ങനെ ചുവന്ന കളറിലൊരു കുത്തിട്ടു, പച്ച കളറിലിട്ടു, യെല്ലോ കളറിലിട്ടു, പിന്നെ എന്താണ് നീല ഇട്ടു. പിന്നെ എന്ത് ചെയ്തു, നീലയും മഞ്ഞയും കൂടി മിക്സ് ചെയ്തപ്പോൾ അവൾക്ക് എന്നിട്ട് പച്ച കളർ കിട്ടി. അങ്ങനെ അവൾ പല കളറിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തു. എന്താണ്, പരീക്ഷണങ്ങൾ നടത്തി. എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ കുറേ കളറിൽ പരീക്ഷണം നടത്തി അവൾ കുത്തുകളിടാൻ പഠിച്ചു. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. എനിക്കിതുപോലെ ചെറിയ കുത്തുകൾ ഇടാൻ പറ്റുമെങ്കിൽ എനിക്ക് വലിയ കുത്തുകൾ ഇടാൻ പറ്റുമല്ലോ എന്ന് അവൾ ചിന്തിച്ചു. ഓക്കെ, കോൺഫിഡൻസ് ലെവൽ പിന്നെയും കൂടി അല്ലേ. യെസ്. വഷ്ടി സ്പ്ലാഷ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗർ ബ്രഷ് ഓൺ എ ബിഗർ പേപ്പർ ടു മേക്ക് ബിഗർ ഡോട്ട്സ്. എന്താ പറയുന്നത്, വലിയ പേപ്പറിൽ വലിയ കുത്തല് വലിയ ഡോട്ട്സ് വരയ്ക്കാൻ വേണ്ടി വഷി എന്ത് ചെയ്തു, ബ്രഷ് എടുത്തിട്ട് കളറ് അവളുടെ പേപ്പറിലേക്ക് തളിച്ചു, അല്ലെങ്കിൽ എന്താണ് ചിതറിച്ചു, തെറിപ്പിച്ചു എന്നൊക്കെയാണ് സ്പ്ലാഷ്ഡ്. ഓക്കെ, അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. വഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. എന്താണ്, അവൾ എന്ത് ചെയ്തു, ഒരു ഡോട്ട് വരയ്ക്കാതെ തന്നെ ഡോട്ട് വരച്ച പോലെയുള്ള എഫക്റ്റൊക്കെ അവൾ കൊണ്ടുവന്നു അല്ലേ. ആ ലെവലിലേക്ക് അവൾ ഇമ്പ്രൂവായി വന്നു. അറ്റ് ദ സ്കൂൾ ആർട്ട് ഷോ എ ഫ്യൂ വീക്സ് ലേറ്റർ വഷ്ടീസ് ഡോട്ട്സ് മെയ്ഡ് ക്വൈറ്റ് എ സ്പ്ലാഷ്. എന്താ പറയുന്നത്, അങ്ങനെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം സ്കൂളിൽ ഒരു ചിത്ര പ്രദർശനം നടന്നു. ആർട്ട് ഷോ എന്ന് പറഞ്ഞാൽ ചിത്ര പ്രദർശനം. അപ്പോഴോ വഷ്ടിയുടെ ചിത്രങ്ങൾക്ക്, പുള്ളിച്ചിത്രങ്ങൾക്ക് എന്താണ്, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി അല്ലേ. കാരണം വളരെ വെറൈറ്റി ആയിട്ട് കുറേ വേറെ വേറെ കളേഴ്സിൽ അവളിങ്ങനെ ചിത്രങ്ങൾ വരച്ചത് വളരെ ആൾക്കാരുടെയൊക്കെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റി. എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ്, വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെർ. എന്താണ്, വഷ്ടി അപ്പോൾ ശ്രദ്ധിച്ച ഒരു ചെറിയൊരു ആൺകുട്ടി അവിടെ നിന്നിട്ട് അവളെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്ന അവൾ കണ്ടു. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ആ കുട്ടി പറയലാണ്, നിങ്ങൾ ശരിക്കും ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള വലിയൊരു കലാകാരി തന്നെയാണ്. യു ആർ എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ. എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നു എനിക്കും വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണെന്ന് ആ കുട്ടി പറഞ്ഞു. ഹി സെഡ് ഐ ബെറ്റ് യു ക്യാൻ സെഡ് വഷ്ടി. എന്താ പറയുന്നത്, ഞാൻ ബെറ്റ് വെക്കുന്നു നിനക്കും വരയ്ക്കാൻ പറ്റുമെന്ന് വഷ്ടി പറഞ്ഞു. മീ നോ നോട്ട് ഐ കാൺട്ട് ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. എന്താണ്, ഒരു സ്കെയിലും പെൻസിലും വെച്ചിട്ട് ഒരു നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പോലും എനിക്ക് കഴിയില്ല, പിന്നെ ഞാനാണോ വരയ്ക്കേണ്ടത് എന്ന അർത്ഥത്തിൽ കുട്ടി ചോദിച്ചു. മീ, ഞാനോ? നോ നോട്ട് എനിക്കൊരിക്കലും ആവില്ല, കാരണം ഒരു സ്കെയിലും പെൻസിലും വെച്ചിട്ട് വരയ്ക്കാൻ പോലും എനിക്കാവില്ല എന്ന് ആൺകുട്ടി പറഞ്ഞു. അപ്പോൾ എന്താണ് വഷ്ടി പറഞ്ഞിട്ടുണ്ടാവുക? വഷ്ടി സ്മൈൽഡ്. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. ഷോ മീ. എന്താണ്, വഷ്ടി ചിരിച്ചു. നമ്മുടെ ടീച്ചർ നേരത്തെ വഷ്ടിയോട് ചിരിച്ച പോലെ അല്ലേ, മുമ്പ് നേരത്തെ എന്ന് ഉദ്ദേശിച്ചത് പണ്ട്. ഓക്കെ, വഷ്ടിയോട് ചെയ്തതുപോലെ വഷ്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ബ്ലാങ്ക് പേപ്പർ, കാലി പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഓക്കെ നിനക്ക് കറക്റ്റായിട്ട് ഒരു വര പോലും വരയ്ക്കാൻ അറിയില്ല എന്നല്ലേ പറഞ്ഞേ, ആ വര നീ നിനക്കാവുന്ന പോലെ നീ വര വരച്ചിട്ട് എന്നെ ഒന്ന് കാണിച്ചു തന്നേ എന്ന് വഷ്ടി ആ ആൺകുട്ടിയോട് പറഞ്ഞു. ദ ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻ. എന്താണ്, അവൻ ആ വര വരയ്ക്കുമ്പോൾ അവൻ്റെ കൈയും പെൻസിലൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കൂടി അവൻ ആ വര വരച്ച് ഒപ്പിച്ചു. വഷ്ടി സ്റ്റെയർഡ് അറ്റ് ദ ബോയ്സ് ക്യുഗിൽ. എന്താണ്, വഷ്ടി ഇങ്ങനെ ആ ആൺകുട്ടി വരച്ച ആ ഒരു ചിത്രത്തിലേക്ക് അല്ലേ, ചിത്രമല്ല ഒരു വരയാണ്, അതിങ്ങനെ വളഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ട്രെയിറ്റ് ഒന്നും അല്ലാണ്ട് വളഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ആ വരയിലേക്ക് അവളിങ്ങനെ തുറിച്ചു നോക്കി. സ്റ്റെയർഡ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കി. സ്ക്വിഗിൾ കേട്ടോ. ആൻഡ് ദെൻ ഷി സെഡ് സൈൻ ഇറ്റ്. എന്താ പറഞ്ഞത്, ഓക്കെ എന്നുള്ള രീതി നോക്കിയിട്ട് ഓക്കെ ഇനി നീ ഇതിൻ്റെ അത് സൈൻ ചെയ്യൂ എന്ന് പറഞ്ഞു. എന്താ സംഭവം, വഷ്ടിയുടെ ടീച്ചർ ചെയ്ത അതേ കഥ അല്ലേ, അത് തന്നെ റിപ്പീറ്റ് ചെയ്യലാണ്. ഇനി അവളെ എന്താണ് കോൺഫിഡൻസ് ആക്കി എടുക്കലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യലാണ്. നിനക്കാവുന്ന പോലെ ചെയ്യൂ, നിനക്കാവും എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം കോൺഫിഡൻസ് വരും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ആ സ്റ്റോറി. ഇനിയിപ്പോൾ ഇത് ആ പാഠത്തിൻ്റെ അകത്തുള്ള ന്യൂ വേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മീനിങ്സ് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. ഇനി അതിൽ ഒരു ചെറിയ 6 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്, നമുക്ക് നോക്കാമല്ലോ. ഒന്നാമത്തത്, വൈ വാസ് വഷ്ടി സാഡ്? എന്തുകൊണ്ടാണ് വഷ്ടി സങ്കടപ്പെട്ടത്? വഷ്ടി വാസ് സാഡ് ബിക്കോസ് ഷി തോട്ട് ഷി കുഡ് നോട്ട് ഡ്രോ. അവൾക്കൊന്നും ചിത്രം വരയ്ക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്താണ് വഷ്ടി സങ്കടപ്പെട്ടത്. വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് വഷ്ടി ടു ഡു ആഫ്റ്റർ ഷി ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ ഡോട്ട്? ഒരു കുത്ത് വരച്ചപ്പോൾ
എന്താണ് വഷ്ടിയോട് എന്താണ് ടീച്ചർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്? ദ ടീച്ചർ ആസ്ക്ഡ് വഷ്ടി ടു സൈൻ ഹെർ പിക്ചർ. എന്താണ് ആ പിക്ചറിൻ്റെ അടിയിൽ അവളോട് ഒപ്പിടാനാണ് ആവശ്യപ്പെട്ടത്. വാട്ട് ഡിഡ് വഷ്ടീസ് ടീച്ചർ ഡു വിത്ത് ഹെർ പിക്ചർ? ആ ചിത്രം എന്താണ് വഷ്ടിയുടെ ടീച്ചർ ചെയ്തത്? ദ ടീച്ചർ ഫ്രെയിം ദ പിക്ചർ ആൻഡ് ഹങ് ഇറ്റ് എബോവ് ഹെർ ഡെസ്ക്. എന്താണ് ഫ്രെയിം ചെയ്തിട്ട് അവരുടെ ഡെസ്കിൻ്റെ മേലെയായിട്ട് തൂക്കിയിട്ടു. ഹങ് എന്ന് പറഞ്ഞാൽ തൂക്കിയിട്ടു കേട്ടോ. ഹാങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹങ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വഷ്ടി തിങ്ക് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്? ഇതിനേക്കാൾ നല്ലൊരു കുത്ത് തനിക്ക് വരയ്ക്കാൻ കഴിയുമെന്ന് വഷ്ടി ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? ഷീ സോ ഹെർ ഡോട്ട് ഫ്രെയിംഡ് ആൻഡ് ഷി ഗെയിൻ കോൺഫിഡൻസ്. എന്താണ് അവളുടെ ഫ്രെയിം ചെയ്ത് തൂക്കി അവളുടെ ചിത്രം കണ്ടു അല്ലേ? അത് കണ്ടപ്പോൾ അവൾക്ക് കോൺഫിഡൻസ്, ആത്മവിശ്വാസം കിട്ടി. അതുകൊണ്ടാണ് സോ ഷീ തോട്ട് ഷീ കുഡ് ഡ്രോ എ ബെറ്റർ വൺ. ഇതിനേക്കാൾ നല്ലത് തനിക്ക് വരയ്ക്കാൻ കഴിയുമെന്ന് അവൾ ചിന്തിച്ചത് അതുകൊണ്ടാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. വൈ? അവൾ എന്തുകൊണ്ടാണ് ആ ആൺകുട്ടിയോട് ആ വരച്ച ചിത്രത്തിൽ എങ്ങനെ ഒന്ന് കുത്തി വരച്ചിട്ട് ഒരു വരയുണ്ടായിരുന്നു, ആ വരയെ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹെർ ടീച്ചർ ഹാഡ് ആസ്ക്ഡ് ഹെർ ടു സൈൻ ഹെർ ഡോട്ട് ആൻഡ് ഷീ വാണ്ടഡ് ടു എൻകറേജ് ദ ബോയ് ഇൻ ദ സെയിം വേ. ടീച്ചർ അവളോട് ഇതുപോലൊരു കുത്തിട്ടപ്പോൾ ഇതുപോലെ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്തിരുന്നു. അതുപോലെ ആ ആൺകുട്ടിയെ, ചെറിയ കുട്ടിയെയും എൻകറേജ് ചെയ്യണമെന്ന് അവൾക്ക് തോന്നി. വാട്ട് വിൽ ദ ബോയ് ഡു നെക്സ്റ്റ്? എന്തായിരിക്കും ആ ആൺകുട്ടി പിന്നീട് ചെയ്യുക? ദ ബോയ് വിൽ ബിക്കം കോൺഫിഡൻറ്റ് ആൻഡ് സ്റ്റാർട്ട് ഡ്രോയിങ് മോർ പിക്ചേഴ്സ്. ആ കുട്ടിക്ക് നല്ല കോൺഫിഡൻസിൽ ആത്മവിശ്വാസം കിട്ടി കൂടുതൽ ചിത്രങ്ങൾ ആ കുട്ടി വരയ്ക്കും. ഇനി അതിൽ ഒരേ ഒരു ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. നോക്കിയേ. സം ഓഫ് ദ ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഇല്ലസ്ട്രേറ്റഡ് ബിലോ. ഡെവലപ്പ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഗിവൺ. എന്താണ് കുറച്ച് ചിത്രങ്ങൾ താഴെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടൊരു സ്റ്റോറി നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഈ ചിത്രങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ പണ്ട് കേട്ട് മറന്ന ഒരു കഥ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? അതാണ് സിംഹത്തിൻ്റെ മുമ്പിൽ അകപ്പെട്ട എലിയെ ഒന്നും ചെയ്യാണ്ട് സിംഹം വിടുന്നതും പിന്നീട് സിംഹത്തെ ഒരു വേടിൻ്റെ വലയിൽ നിന്ന് എലി രക്ഷിക്കുന്നതും അല്ലേ? യെസ്, ആ കഥ നമുക്ക് സ്വന്തമായിട്ട് എഴുതി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം അതിനൊരു ഹെഡിങ് കൊടുക്കുക, ഡു ഗുഡ് ഗെറ്റ് ഗുഡ്. നന്മ ചെയ്താൽ നന്മ ലഭിക്കും എന്നുള്ള ചെറിയൊരു ഹെഡിങ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക കേട്ടോ. യെസ്, നോക്കാമല്ലോ. വൺ ഡേ എ ഹംഗ്രി ലയൺ വാസ് വാക്കിംഗ് ത്രൂ ദ ഫോറസ്റ്റ്. ഒരു വിശന്ന് വലഞ്ഞൊരു സിംഹം കാട്ടിലൂടെ നടക്കുകയായിരുന്നു. സഡൻലി ദിസ് ലയൺ സോ എ മൗസ് കമ്മിങ് ഔട്ട് ഓഫ് ഹിസ് ഹോൾ. അതിൻ്റെ കൂട്ടിൽ നിന്ന്, അതിൻ്റെ ചെറിയ ദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, ഒരു മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എലിയെ സിംഹം കണ്ടു. ദ മൗസ് വാസ് ഫ്രൈറ്റൻഡ്. ദ മൗസ് ഫിയർഡ് ദാറ്റ് ദ ലയൺ വുഡ് കിൽ ഇറ്റ്. എലി പേടിച്ച് വരച്ചു അല്ലേ? തന്നെ ഇപ്പോൾ സിംഹം കൊല്ലുമെന്നോർത്ത് എലി പേടിച്ച് വരച്ചു. ദ മൗസ് ബെഗ് ദ ലയൺ നോട്ട് ടു കിൽ ഇറ്റ്. സിംഹത്തോട് തന്നെ കൊല്ലല്ലേ എന്ന് അപേക്ഷിച്ചു. ദ കൈൻഡ് ലയൺ ഡിഡ് നോട്ട് ഹാം ദ മൗസ് ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. വളരെ ദയുള്ള സിംഹം പറഞ്ഞു, ശരി നിന്നെ കൊല്ലില്ല, നീ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ആ എലിയെ വെറുതെ വിട്ടു. സൂൺ ദേ ബിക്കേം ഫ്രണ്ട്സ്. അവർ നല്ല കൂട്ടുകാരായി മാറി. എവറി ഡേ ദേ പ്ലേഡ് ടുഗെദർ ഹാപ്പിലി. എല്ലാ ദിവസവും അവർ സന്തോഷത്തോടെ കളിക്കുമായിരുന്നു. വൺ ഡേ ദ ലയൺ വെന്റ് ഫോർ എ വാക്ക് അലോൺ. ഹി വാസ് കോട്ട് ഇൻ എ ഹണ്ടേഴ്സ് നെറ്റ്. ഒരു ദിവസം ഒറ്റയ്ക്ക് സിംഹം നടന്നു പോകുമ്പോൾ വേടൻ്റെ വലയിൽ കുരുങ്ങിപ്പോയി. ഹണ്ടർ എന്ന് പറഞ്ഞാൽ വേടനാണ്, വലയിൽ കുടുങ്ങി. ദ ലയൺ റോഡ് ലൗഡ്ലി ഫോർ ഹെൽപ്പ്. ലയൺ ഒച്ചത്തിലല്ലേ അലറി വിളിച്ചു. റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗർജിക്കുക. ദ ലിറ്റിൽ മൗസ് ഹേർഡ് ദ റോർ ആൻഡ് റാൻ ടു ദ ലയൺ. ആ ചെറിയ എലി ഈ സിംഹത്തിൻ്റെ കരച്ചിൽ അല്ലെങ്കിൽ അലർച്ച കേട്ട് സിംഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. ഇറ്റ് ക്വിക്ലി ബിറ്റ് ദ റോപ്സ് ഓഫ് ദ നെറ്റ് വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. അതിൻ്റെ കട്ടിയുള്ള റോപ്പിൻ്റെ നെറ്റ്സിൻ്റെ റോപ്പ് ഉണ്ടല്ലോ, അതെല്ലാം എലി അതിൻ്റെ ശക്തമായ പല്ലുകൾ കൊണ്ട് കടിച്ചു മുറിച്ചു. സൂൺ ദ ലയൺ വാസ് ഫ്രീ. ദ ഹണ്ടർ കുഡ് നോട്ട് ക്യാച്ച് ഹിം. അല്ലേ? പെട്ടെന്ന് തന്നെ ഈ സിംഹത്തെ ആ വലയിൽ നിന്ന് രക്ഷിക്കാൻ എലിക്ക് കഴിഞ്ഞു. അങ്ങനെ ആ ഹണ്ടറിന്, വേട്ടക്കാരന് ഈ സിംഹത്തെ പിടിക്കാൻ കഴിഞ്ഞില്ല. ദ ലയൺ താങ്ക് ദ ലിറ്റിൽ മൗസ്. ദേ വെൻ ഹോം ഹാപ്പിലി. ലയൺ എലിയോട് നന്ദി പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ചു പോയി. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. ദ ഡോട്ട് എന്നുള്ള ചെറിയ സ്റ്റോറി കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പിൽ ഒരു പോയം പഠിച്ചു. അതിന് മുമ്പിൽ നമ്മളൊരു വേറൊരു സ്റ്റോറി കൂടെ പഠിച്ചു അല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്